വറഹ്മത്തുള്ളാ. 4-ാം ക്ലാസ്സിലെ താരീഖിൽ അരക്കൊല്ല പരീക്ഷയ്ക്ക് 6, 7, 8 പാഠങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. കാക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠം 6, 7, 8 ആണ്. അപ്പോൾ ഇതിൻ്റെ 6-ാമത്തെ പാഠത്തിൻ്റെ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അരുത്, അങ്ങനെ ചെയ്യരുത്. അരുത്, അങ്ങനെ ചെയ്യരുത്, അതാണ് ഈ പാഠം. അപ്പോൾ ഈ പാഠത്തിൽ പറയുന്നത് ബനൂ സഖീഫ് ഗോത്രം എന്ന് പറയുന്ന ഒരു ഗോത്രം ഉണ്ടായിരുന്നു. എന്താണ് ഗോത്രം എന്ന് പറഞ്ഞാൽ? ഗോത്രം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം. അവർ താമസിക്കുന്നത് ത്വായിഫ് എന്ന് പറയുന്ന ഒരു നാട്ടിലാണ്. ത്വായിഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മാവന്മാരൊക്കെ ആ ഗോത്രത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി, അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, അവരൊക്കെ മുസ്ലിങ്ങളാകുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫുകാരോട് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ആ ത്വായിഫുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്ലെറിഞ്ഞുകൊണ്ട് നബി തങ്ങളെ പരിക്കേൽപ്പിക്കുകയും നബി തങ്ങൾക്ക് കാലിൽ മുറിവ് വന്ന് വല്ലാത്ത വിഷമത്തിലാവുകയും ചെയ്തു. ആ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. പ്രവാചകത്വം ലഭിച്ചിട്ട് 10 വർഷം പിന്നിട്ടു. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം, നുബുവത്തിൻ്റെ എത്രാം വർഷമാണ് ഈ സംഭവം? എത്രാം വർഷമാണ്? നുബുവത്ത് പറഞ്ഞ പ്രവാചകത്വം. അപ്പോൾ നുബുവത്തിൻ്റെ 10-ാം വർഷം. മക്കയിൽ ഇസ്ലാം വളരുകയാണ്. ശത്രുക്കളുടെ ഉപദ്രവം കൂടി വരികയാണ്. അബൂ ത്വാലിബിൻ്റെയും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെയും മരണത്തിനു ശേഷം അത് ഒന്നുകൂടി വർദ്ധിച്ചു. അപ്പോൾ ഇവിടെ പൂരിപ്പിക്കാൻ വന്നേക്കാം. അബൂ ത്വാലിബിൻ്റെയും ഖദീജ ബീവി റളിയല്ലാഹുവിൻ്റെയും മരണത്തിൻ്റെ ശേഷം അത് ഒന്നുകൂടി വർദ്ധിച്ചു. ഏതാണ്? ശത്രുക്കളുടെ ഉപദ്രവം. അത് പഠിച്ചു. അടുത്തത്, ഈ ഘട്ടത്തിൽ ബനൂ സഖീഫ് ഇവിടെ ബനൂ തഖീഫ് എന്നുള്ള ബനൂ സഖീഫ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബനൂ സഖീഫ് സാണ്. ബനൂ സഖീഫ് ഗോത്രക്കാരായ അമ്മാവന്മാർ ഇസ്ലാം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചും അവരുടെ സഹായം ആഗ്രഹിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് പുറപ്പെട്ടു. 2 പോയിന്റ് അവിടെ പറയുന്നത്. അതായത് ത്വായിഫ് എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് 91 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തേക്ക് നബി തങ്ങൾ പോവുകയാണ്. എന്തിനാണ് പോകുന്നത്? ഒന്ന്, ബനൂ സഖീഫ് ഗോത്രക്കാരായ അമ്മാവന്മാർ അഥവാ നബിൻ്റെ അമ്മാവന്മാർ ഇസ്ലാം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. ഒന്നാമത്തെ എന്താണ്? ബനൂ സഖീഫ് ഗോത്രക്കാർ. ഇനി അമ്മാവന്മാർ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ബനൂ സഖീഫ് ഗോത്രക്കാരായ അമ്മാവന്മാർ എന്നുള്ളിടത്ത് ഇങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. ബനൂ സഖീഫ് ഗോത്രക്കാർ ഇസ്ലാം സ്വീകരിക്കുമെന്ന് അങ്ങനെ പഠിച്ചാലും മതി. ബനൂ സഖീഫ് ഗോത്രക്കാർ ഇസ്ലാം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. 1. 2, അവരുടെ സഹായം ആഗ്രഹിച്ചു, അവരുടെ സഹായം ഉദ്ദേശിച്ചു. ഈ 2 ആവശ്യത്തിനാണ് നബി ത്വായിഫിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ചോദ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിലേക്ക് പോകുന്നത് എന്തിനു വേണ്ടി? 2 കാര്യം. 1, ബനൂ സഖീഫ് ഗോത്രക്കാരായ അമ്മാവന്മാർ ഇസ്ലാം സ്വീകരിക്കുന്ന ആഗ്രഹിച്ചും അവരുടെ സഹായം ആഗ്രഹിച്ചു. ഓക്കെ, അത് പഠിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് പുറപ്പെട്ടു. മക്കയിൽ നിന്നും ഏകദേശം 91 കിലോമീറ്റർ അകലെയുള്ള ഒരു നഗരമാണ് ത്വായിഫ്. 91 കിലോമീറ്റർ അകലെയുള്ള ഒരു നഗരമാണ് ത്വായിഫ്. ഇനി നബി അങ്ങോട്ട് പോകുമ്പോൾ നബിന്റെ കൂടെ ആരാണ്ടായിരുന്നത്? സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ആരാണ്? സെയ്ദ് ബിൻ ഹാരിസ. ഇത് നിർബന്ധമായിട്ട് പഠിക്കുന്നത് പരീക്ഷയ്ക്ക് വരും. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. അടുത്തത്, ഇനി പോയിന്റ് ആക്കിയാൽ പറയുന്നത് ആ പോയിന്റ് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഒന്നാമത്തെ പോയിന്റ്, ബനൂ സഖീഫ് ഗോത്രക്കാർ അനുകൂലമായി പ്രതികരിച്ചില്ല. അനുകൂലമായി പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നബി അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ചാണ് പോയത്. പക്ഷെ അവരെന്തായില്ല, അത് ഉൾക്കൊണ്ടില്ല എന്നർത്ഥം. പിന്നെ അവരെ സഹായം കിട്ടിയോ? അതും കിട്ടിയില്ല. സഹായം ഉദ്ദേശിച്ചാണല്ലോ പോയത്, അതും കിട്ടിയില്ല. അപ്പോൾ അനുകൂലമായി പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർ നബിയെ സഹായിച്ചിട്ടില്ല. ഓക്കെ. മാത്രമല്ല അവർ കുട്ടികളെയും വിഡ്ഢികളെയും വിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. ഇതൊരക്ഷേ പൂരിപ്പിക്കാൻ വന്നേക്കാം. എങ്ങനെ? കുട്ടികളെയും വിഡ്ഢികളെയും വിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ നബി തങ്ങളെ പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. ആരെ വിട്ടുകൊണ്ട്? കുട്ടികളെയും വിഡ്ഢികളെയും വിട്ടുകൊണ്ട്. ഇനി അങ്ങനെ നബി തങ്ങൾ അവരെ പരിഹസിച്ചു, ഉപദ്രവിച്ചു എന്ന് മാത്രമല്ല, ആക്രമണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിന് പരിക്ക് പറ്റുകയും
രക്തം ഒഴുകുകയും ചെയ്തു. അല്ലാ, നബിന്റെ കാലിന് പരിക്ക് പറ്റി, രക്തം ഒഴുകി. ഇനി ഇങ്ങനെ നബി കഷ്ടപ്പെട്ടിട്ട് അവിടുന്ന് ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചു. ഇതാ അദ്ദാസ് എന്ന ഒരു ക്രിസ്ത്യൻ അടിമ മാത്രമാണ് അന്ന് ഇസ്ലാം സ്വീകരിച്ചത്. അപ്പോൾ ഒരു ക്രിസ്ത്യാനി ഇസ്ലാം സ്വീകരിച്ചു. നബി അത്ര കഷ്ടപ്പെട്ട് നബിന്റെ കാല് പൊട്ടി ചോര വന്നു, എന്നാലും ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു. ആരാണ്? അദ്ദാസ് എന്ന ക്രിസ്തീയ അടിമ. അപ്പൊ ക്രിസ്ത്യൻ അടിമ, അത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ, ശരിക്കും പൂരിപ്പിക്കാൻ വരുത്. ആരാണ് ഇയാൾ? അദ്ദാസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ക്രിസ്ത്യാനിയായിരുന്നു. അപ്പൊ ക്രിസ്ത്യൻ അടിമ, അയാൾ ഇസ്ലാം സ്വീകരിച്ചു. ഓക്കെ, ബാക്കി വയ്ക്കുക. പരീക്ഷീണിതനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മരച്ചുവട്ടിൽ ഇരിക്കുമ്പോൾ, എന്താ പരീക്ഷീണിതനായി എന്ന് പറഞ്ഞാൽ? അതായത് ക്ഷീണിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മരച്ചുവട്ടിൽ ഇരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. അങ്ങയുടെ വേദന അള്ളാഹു കണ്ടിരിക്കുന്നു. നബിക്ക് ഭയങ്കര വേദന ഉണ്ട്. കാരണം അവർക്ക് ഇസ്ലാം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് നബി പോകുന്നത്. പക്ഷെ അവർ ഇസ്ലാം എന്തായില്ല, സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല അവരെ സഹായം പ്രതീക്ഷിച്ചു പോയി. പക്ഷെ അവര് നബിനെ ആക്രമിക്കുക ചെയ്തു. അങ്ങയുടെ വേദന അള്ളാഹു കണ്ടിരിക്കുന്നു. അങ്ങ് അനുവാദം തരികയാണെങ്കിൽ ആ 2 മലകളാൽ അവരെ മുഴുവനും നശിപ്പിക്കാം. ജിബ്രീൽ അലൈഹിസ്സലാം എന്താണ് നബിയോട് ചോദിച്ചത്? അപ്പൊ അവിടെ 2 മല ഉണ്ട്. ആ 2 മലകളും ഈ ത്വായിഫുകാരുടെ മുകളിലേക്ക് എറിഞ്ഞുകൊണ്ട് അത് അവരുടെ മേലിട്ടിട്ട് അവരെന്ത് ചെയ്യാം? നശിപ്പിക്കാം എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ആരോട് പറയാണ്? നബിനോട് പറയാണ്. അങ്ങയുടെ അനുവാദം തരികയാണെങ്കിൽ, അഥവാ നബി തങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ആ 2 മലകൾ അവരെ മുഴുവനും നശിപ്പിക്കാം. ആ മലകളെ കൊണ്ട് എന്ത് ചെയ്യുക? അവരെ നശിപ്പിക്കാം എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനെ തടഞ്ഞു. കണ്ടോ, നബിന്റെ ഒരു സ്വഭാവം നോക്കണം നിങ്ങൾ. നബിനെ കല്ലെടുത്ത് എറിഞ്ഞ് നബിന്റെ കാലിൽ നിന്ന് രക്തം പൊട്ടി വന്നു. അങ്ങനെ നബി തങ്ങൾക്ക് വേദനിച്ചു, അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ അവരെ തിരിച്ചടിക്കണമെന്ന് ചോദിക്കുമ്പോൾ നബി പറയുന്ന മറുപടി കേട്ടോളൂ: അരുത്, അങ്ങനെ ചെയ്യരുത്. അതാണ് നമ്മുടെ പാഠത്തിന്റെ ഹെഡിങ്, അരുത് അങ്ങനെ ചെയ്യരുത്. അപ്പൊ മലകളാൽ അവരെ നശിപ്പിക്കണോ എന്ന് ജിബ്രീൽ അലൈഹി സ്വലം ചോദിച്ചപ്പോൾ നബി പറഞ്ഞ മറുപടി എന്താ? അരുത്, അങ്ങനെ ചെയ്യരുത്. അപ്പൊ ഒരു പക്ഷെ ഇവിടെ ചോദ്യം വരും, അരുത് അങ്ങനെ ചെയ്യരുത് ആരോട് പറഞ്ഞു? നബി തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാമിനോട് പറഞ്ഞു. അടുത്ത്, അവരിൽ നിന്നും എന്നെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവുമെന്നാണ് എൻ്റെ ആഗ്രഹം. കണ്ടോ, നബിതങ്ങളും പറഞ്ഞത് എന്താണ്? അവരെ ആക്രമിക്കണ്ട, അവരെ തിരിച്ചടിക്കണ്ട, അങ്ങനെ ചെയ്യരുത്. എന്തുകൊണ്ട്? അവരിൽ നിന്ന് എന്നെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിൽക്കാലത്ത് ത്വായിഫുകാർ ഇസ്ലാമിലേക്ക് വന്നു. കണ്ടോ, അപ്പൊ പിന്നെ ത്വായിഫിലുള്ള ആളുകളൊക്കെ പിന്നീട് എന്തായി? ഇസ്ലാം സ്വീകരിച്ചു. അപ്പോ നബിനെ ഇങ്ങോട്ട് ആക്രമിച്ചിട്ട് നബി എന്ത് ചെയ്തില്ല? തിരിച്ച് ആക്രമിച്ചില്ല. ഇനി നമുക്ക് ചോദ്യത്തിന് നോക്കാം. പരിശുദ്ധ മക്കയിൽ നിന്ന് ഏകദേശം ഡാഷ് കിലോമീറ്റർ ആണ് ത്വായിഫിലേക്കുള്ള ദൂരം. എത്രയാണ്? 91. 91. അടുത്തത്, ത്വായിഫിലേക്ക് പോകുമ്പോൾ പ്രവാചകത്വം ലഭിച്ചിട്ട് ഡാഷ് വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. പ്രവാചകത്വം ലഭിച്ച് 10 വർഷങ്ങൾ. ഇതാല്ലേ ഫസ്റ്റ് വരിക, 10 വർഷം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചോദ്യോത്തരം നല്ലോണം ശ്രദ്ധിക്കണം. ഓരോ പാഠം കഴിഞ്ഞിട്ടുള്ള ചോദ്യോത്തരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്ക് മുൻവർഷത്തെ ചോദ്യങ്ങൾ നമ്മളെ മുമ്പിലില്ല. ഈ തദ്രീബാത്തിലുള്ള അഥവാ ഈ പാഠം കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ നന്നായി നിങ്ങൾ പഠിച്ചു പോകണം. കാരണം അവിടുന്നായിരിക്കും കൂടുതൽ ചോദ്യങ്ങളും. ആ ഭാഗങ്ങൾ നന്നായി പഠിക്കുക. ഒന്നാമത്തെ ചോദ്യം, ത്വായിഫ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന സ്വഹാബി. വളരെ സിമ്പിളാണ് ചോദ്യം. എന്താണ് ഉത്തരം? സെയ്ദ് ബിനു ഹാരിസ റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിനു ഹാരിസ റളിയല്ലാഹു അൻഹു. അടുത്തത്, ത്വായിഫുകാരുടെ കാര്യത്തിൽ എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗ്രഹം? ഞാൻ പറഞ്ഞു 2 ആഗ്രഹമുള്ളത്. എന്താണ്? ഇസ്ലാം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചു, അവരുടെ സഹായം ആഗ്രഹിച്ചു. എന്തൊക്കെ? അവർ ഇസ്ലാം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചു, അവരുടെ സഹായം ആഗ്രഹിച്ചു. 2 പോയിന്റ് പഠിച്ചു. അടുത്തത്, ത്വായിഫിൽ നിന്ന് അന്ന് ഇസ്ലാം സ്വീകരിച്ചത് ആരായിരുന്നു? ഞാൻ പറഞ്ഞില്ല, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണത്. അതെന്തായാലും പരീക്ഷയ്ക്ക് വരും. ആരാണ്? അദ്ദാസ്. പിന്നെ അദ്ദാസ് ആരായിരുന്നു? ക്രിസ്ത്യൻ അടിമ. ഇത് 2 പഠിക്കണം. അദ്ദാസ് ക്രിസ്ത്യൻ അടിമ, അദ്ദാസ് ക്രിസ്ത്യൻ അടിമ. അദ്ദാസ്. ഓക്കെ. അടുത്ത്, ഇനി ഇവിടുന്ന് ഞാൻ പറഞ്ഞ ചോദ്യം ഉണ്ടാക്കാം. ഏത്? അരുത് അങ്ങനെ ചെയ്യരുത് ആരോട് പറഞ്ഞു? ആരാണ്? നബി തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു. പിന്നെ
എന്താണ് നബി തങ്ങൾ മറുപടി പറഞ്ഞത്? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും. എന്താണ് നബി തങ്ങൾ മറുപടി പറഞ്ഞത്? എന്താണ്? എന്നെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവണമെന്ന് ആണ് എൻ്റെ ആഗ്രഹം. അടുത്തത്, അപ്പൊ ഈ രണ്ടാമത്തെ ചോദ്യത്തിന് ഇങ്ങനെ ഉത്തരം ചെയ്തട്ടോ. ത്വായിഫ്, രണ്ടാമത്തെ ചോദ്യം എന്താ? ത്വായിഫുകാരുടെ കാര്യത്തിൽ എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗ്രഹം? എന്തായിരുന്നു? എന്നെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവണമെന്ന് എൻ്റെ ആഗ്രഹം. അപ്പൊ അങ്ങനെ എഴുതാ, ഇതും എഴുതാ. ഇത് രണ്ട് എഴുതിയാലും ശരി തന്നെ. അതിന്റെ ഉത്തരം എന്താണ്? അമ്മാവന്മാർ ഇസ്ലാം സ്വീകരിക്കുമെന്നും അതുപോലെ അവരുടെ സഹായം ആഗ്രഹിച്ചുമാണ് നബി തങ്ങൾ പോയത്. രണ്ട് എഴുതിയാലും ഉത്തരം ശരി തന്നെയാണ്. അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. അദ്ദാസ്, സെയ്ദ് ബിൻ ഹാരിസ, ബനു സഖീഫ്, ത്വായിഫ് യാത്ര. ഇപ്പുറത്ത് എന്താ ഉള്ളത്? ത്വായിഫ് 10ാം വർഷം, ക്രിസ്ത്യൻ സഹചാരി. ഇവിടെ അദ്ദാസ്, അദ്ദാസ് ആരാണ്? ക്രിസ്ത്യൻ അടിമൻ. അപ്പൊ ഇതാണ് ക്രിസ്ത്യൻ. അടുത്ത സെയ്ദ് ബിൻ ഹാരിസ ആരാണ്? ത്വായിഫിലേക്ക് പോകുമ്പോൾ നബിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹചാരി. സഹചാരി പറഞ്ഞ ആരാ? നബി തങ്ങളെ കൂടെ ഉണ്ടായിരുന്ന സഹായി എന്നർത്ഥം. അടുത്തത് ബനു സഖീഫ്. ബനു സഖീഫ് എവിടെയാണ് താമസിക്കുന്നത്? ത്വായിഫിൽ. അടുത്ത ത്വായിഫ് യാത്ര. ത്വായിഫ് യാത്ര എത്രാം വർഷമായിരുന്നു? 10ാം വർഷമായിരുന്നു. അപ്പൊ ഇത് നമ്മൾ ഓർത്തു വെക്കുക. ഈ പാഠത്തിൽ വളരെ സിമ്പിളായ 2-3 കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഇൻഷാ അല്ലാഹ് നന്നായി പഠിക്കുക. ഇനി അടുത്ത പാഠങ്ങൾ നമുക്ക് റിവിഷൻ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.